നോക്കൂ, ബിന്ദു, സിന്ധു, ഐഷ എന്ന് പറയുന്ന സ്ത്രീകൾ, ഇവർ ആരാണ്? ഇവരുടെ തിരോധാനം ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇവരുടേത് കൊലപാതകമാണെന്നുള്ളതിന്റെ സൂചനകളല്ലാതെ അത് സ്ഥിരീകരിക്കാനുള്ള തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുമില്ല. കാരണം ഏറ്റവും അതിൽ നിർണായകമാകുന്നത് സെബാസ്റ്റ്യന്റെ മറുപടികൾ തന്നെയാണ്, ചോദ്യം ചെയ്യലിൽ. ഈ സ്ത്രീകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബിന്ദു പത്മനാഭൻ, 47-കാരിയായ ബിന്ദു പത്മനാഭൻ തിരോധാന കേസ്. ചേർത്തല സ്വദേശിയായിരുന്നു ബിന്ദു പത്മനാഭൻ. കോടികളുടെ സ്വത്തുവകകളുള്ള ബിന്ദു പത്മനാഭന്റെ തിരോധാനം ഇന്ന് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അവിവാഹിതയായിരുന്നു ഇവർ, MBA ബിരുദധാരിയുമായിരുന്നു. സഹോദരന്റെ പരാതിയിലാണ് ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിൽ കേസെടുക്കുന്നത്. അത് 2017 കേസുണ്ടാവുന്നു. പക്ഷേ ഇവരെ കാണാതാവുന്നത് 2006 വർഷങ്ങൾക്ക് ശേഷമാണ്. സഹോദരന് സ്വത്തുമായി ബന്ധപ്പെട്ടൊക്കെ ഇവരുടെ പേരിലായിരുന്നു പിതാവ് സ്വത്തുക്കൾ എഴുതി വെച്ചിരുന്നത്. അപ്പോൾ അതിന്റെ ഒരു ആവശ്യപ്രകാരമൊക്കെയാണ് പരാതി സഹോദരൻ നൽകുന്നത്. ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു കുടുംബ പശ്ചാത്തലമായിരുന്നു ബിന്ദു പത്മനാഭനും ഉണ്ടായിരുന്നത്. അടുത്ത സ്ത്രീ, തിരോധാനം നിലനിൽക്കുന്ന അടുത്ത സ്ത്രീ ഐഷയാണ്. 58-കാരിയായ ഐഷ, വിവാഹിതയാണവർ. ഭർത്താവ് മരിച്ചുപോയ മക്കളുടെ പരാതിയിലാണ് ഇവർക്ക് കേസുണ്ടാവുന്നത്, ഇവരുടെ തിരോധാനത്തിൽ കേസുണ്ടാവുന്നത്. 2012 മെയ് 12 ഇവരെ കാണാതാവുന്നത്. അതും വസ്തു ഇടപാട് നടക്കുന്നതിനിടയിലാണ് ഈ ഹൈറുമ്മ എന്ന് പറയുന്ന ഐഷയെ കാണാതാവുന്നത്. ഏറെ ദുരൂഹതകൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടും ഒരു തുമ്പും കാര്യമായി അന്വേഷണ സംഘത്തിന് ലഭിക്കാതെ നിലനിൽക്കുന്ന ഒരു കേസാണ് ഈ ഐഷയുടെ തിരോധാന കേസും. അടുത്ത സ്ത്രീയിലേക്ക് വന്നാൽ സിന്ധുവാണ്. 43-കാരിയായ സിന്ധു, ചേർത്തല സ്വദേശിയാണ് സിന്ധു. ഈ കേസ് അന്വേഷിച്ചത് അർത്തുങ്കൽ പോലീസാണ്. ഇവരെ കാണാതാകുന്നതാണെങ്കിൽ 2020 ഒക്ടോബർ 19 അതും ഈ മകളുടെ വിവാഹത്തിന് 2 മാസം മുൻപാണ് സിന്ധുവിനെ കാണാതാകുന്നത്. ഈ അന്വേഷണത്തിൽ ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും ഉയരുമ്പോൾ ആദ്യം 3 സ്ത്രീകളുടെ പേരുകളാണ് ഉയർന്നു കേട്ടിരുന്നത്. പിന്നീടാണ് സിന്ധുവിന്റെ പേര് കൂടി ഇതിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അങ്ങനെ 4 സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു ഉത്തരങ്ങളിലേക്ക് എത്താനാകാതെ അന്വേഷണ സംഘം കുഴഞ്ഞു നിൽക്കുകയാണ്. മറ്റൊന്നാണ് ജൈനമ്മ എന്ന് പറയുമ്പോൾ 55 വയസ്സുകാരിയായ ജൈനമ്മ ഏറ്റുമാനൂർ സ്വദേശിയാണ്. ഇവരെ കാണാതാകുന്നത് 2024 ഡിസംബർ 23 കേസ് അന്വേഷിക്കുന്നത് ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ചാണ്. ഇവർ കൊല്ലപ്പെട്ടെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘമുണ്ട്. കൂടുതൽ തെളിവുകളൊക്കെ അതിന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുമുണ്ട്. നമുക്കറിയാം, ഈ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് സെബാസ്റ്റ്യനെ കുരുക്കിലാക്കിയത്. ജൈനമ്മയുടെ ഫോൺ സെബാസ്റ്റ്യൻ റീചാർജ് ചെയ്യുകയും ഇവരുടെ ആഭരണങ്ങൾ പണയം വെക്കുന്നതുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലുകൾ സെബാസ്റ്റ്യനെ സംശയിക്കാനിടയാകുകയും ഏറ്റവും ഒടുക്കിൽ സെബാസ്റ്റ്യൻ കുടുങ്ങുകയുമായിരുന്നു. പക്ഷേ സെബാസ്റ്റ്യൻ കുടുങ്ങി. അന്വേഷണം പല വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും ഒന്നും വിട്ടുപറയാതെ നിസ്സഹകരണം തുടരുകയാണ് പ്രതി. പല തെളിവെടുപ്പുകളിലും ലഭിച്ച തെളിവുകളാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായി തന്നെ മുന്നിൽ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്ത്രീകളുടെ എല്ലാം തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ തന്നെയാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ചോദിക്കുകയാണ്. മുൻപ് നടന്ന അന്വേഷണത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ? അതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉണ്ടെങ്കിൽ സെബാസ്റ്റ്യന്റെ സാമ്പത്തിക സ്രോതസ്സിന് പിന്നിൽ ആരാണ് എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്.